ഹായ്, എനിക്ക് 20,000 രൂപ കിട്ടിയ ഈ സർവേ സൈറ്റിൽ സിമ്പിളായിട്ട് ടാസ്കുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം മുകളിൽ ഈ ഗെയിംസ് സർവീസ് ടാസ്ക് എന്നുള്ളിടത്തുനിന്ന് ടാസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏത് ടാസ്ക് വേണമെങ്കിലും ചെയ്യാം. KYC അപ്ഡേറ്റ് ചെയ്യുന്ന ടാസ്കുകളൊന്നും ഞാൻ പൊതുവേ ചെയ്യാറില്ല. അത് നിങ്ങളുടെ റിസ്കിൽ ചെയ്താൽ മതി. ഈ കാണുന്ന സ്പെഷ്യൽ ക്ലിക്സിൻ്റെ ഫേസ്ബുക്ക് ചാനലുകൾ, വാട്സപ്പ് ചാനലുകൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ ടാസ്ക് എന്നുള്ള ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന്, ഞാനിപ്പോൾ നമ്പർ 1 ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ക്യാമ്പയിൻ അടിച്ചിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് പ്രൂഫിൽ നമ്പർ 1 എന്ന് മാത്രം ടൈപ്പ് ചെയ്യാനാണ് ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾക്ക് സബ്മിറ്റ് ഫോർ അപ്രൂവൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. അതിൻ്റെ പൈസ നമുക്കൊരു 30 മിനിറ്റിനുള്ളിൽ കിട്ടും. ഇനി നമുക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് കോഡ് എന്നുള്ള ആ ഒരു ടാസ്ക് എടുക്കാം. നമ്മൾ ആദ്യം ചെയ്തത് ടൈപ്പ് ദി നമ്പർ 1 ആണ് കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ദി ക്യാമ്പയിൻ അടിക്കുമ്പോൾ നമുക്ക് അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ഇതിലിപ്പം പറയുന്നത് കോപ്പി ആൻഡ് പേസ്റ്റ് ആ KW എന്നൊക്കെ പറഞ്ഞ് KW എന്നുള്ളതൊന്ന് കോപ്പി ചെയ്യാനാണ്. എന്നിട്ട് ഈ ടെക്സ്റ്റ് പ്രൂഫിലൊന്ന് സബ്മിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് പ്രൂഫിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് ഫോർ അപ്രൂവൽ അടിച്ചാൽ ഈ ടാസ്കും കഴിയും. ഇനി നമുക്ക് അടുത്ത കോപ്പി ആൻഡ് പേസ്റ്റിൻ്റെ ടാസ്ക് ചെയ്യാം കേട്ടോ. അത് വേറെ ടൈപ്പാണ് കേട്ടോ. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിൽ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് ആദ്യം ആ ലിങ്കിലൊന്ന് കയറാനാണ്. എന്നിട്ട് ആ ഒരു ലിങ്കിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടിന്യൂ പേജ് 2 എന്നുള്ളതുണ്ടാകും. അത് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ വേറൊരു ലിങ്കിലുണ്ടാകും കണ്ടിന്യൂ പേജ് 1 എന്നുണ്ടാകും. പിന്നെ 4ാമത്തെ ഇൻസ്ട്രക്ഷൻ പറയുന്നത് കോപ്പി ദ കോഡ് ഡിസ്പ്ലേഡ് ഓൺ ദി ലാസ്റ്റ് പേജ് എന്നാണ്. അതുപോലെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പൈസ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലിങ്കിലൊന്ന് കയറി വെക്കാം. ഫസ്റ്റത്തെ ആ ബ്ലൂ ലിങ്കിൽ കയറിയിട്ട് പേജ് 1 ക്ലിക്ക് ഹിയർ ടു പേജ് 3 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു കോഡ് കിട്ടും. ആ കോഡൊന്ന് ജസ്റ്റ് കോപ്പി എടുക്കാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ പേജിൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് ഫോർ അപ്രൂവൽ അടിച്ചിട്ട് അടുത്ത ടാസ്ക് നോക്കാം. ഇനി അടുത്ത ടാസ്ക് നമുക്ക് ടൈം ബക്സിൻ്റെ വാട്സപ്പ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ടാസ്ക് ഒന്ന് സ്റ്റാർട്ട് ദി ക്യാമ്പയിൻ അടിക്കുക. എന്നിട്ട് അതാ മുകളിൽ അഡ്വർടൈസേഴ്സ് ഇൻസ്ട്രക്ഷൻസ് എന്ന് അതൊന്ന് നോക്കാം. ആദ്യം ഗോ ടു ആ ബ്ലൂ ലിങ്ക് എന്നുള്ളത് ചെയ്യുക. എന്നിട്ട് ഒരു പറയുന്നത് ക്ലിക്ക് ഹിയർ ടു ഫോളോ ദ ബട്ടൺ ഓൺ വാട്സപ്പ്. എന്നിട്ട് നമുക്ക് ആ ഫോളോ ബട്ടൺ അടിക്കുക. എന്നിട്ട് സബ്സ്ക്രൈബിൻ്റെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്താം. അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞ് എന്നിട്ട് നമുക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് മറ്റേ പേജിൽ പോയിട്ട് ടൈം ബക്സിൻ്റെ ടാസ്ക് പേജിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ഫോർ അപ്രൂവൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാസ്കും കംപ്ലീറ്റ് ആവും. ഇതുപോലെ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ ഫോളോ ചെയ്യണൊക്കെ ടാസ്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി. ഇനി നമുക്ക് ടെലിഗ്രാമിൻ്റെ ഒരു ചാനൽ എങ്ങനെ ഫോളോ ചെയ്തിട്ട് ടാസ്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ജോയിൻ ദി ബ്രേക്കിംഗ് ടെലിഗ്രാം ന്യൂസ് എന്നുള്ള ചാനൽ ഒന്ന് വ്യൂ അടിക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ക്യാമ്പയിൻ അടിക്കുക. എന്നിട്ട് ഗോ ടു ആ ബ്ലൂ ലിങ്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് അവർക്ക് ഫോളോ ചെയ്തിട്ട് വേണ്ടത്. ക്ലിക്ക് ഓൺ ദി ഫോളോ ബട്ടൺ ആണ് വേണ്ടത്. അപ്പോൾ നേരെ ഈ ഒരു ടെലിഗ്രാം പേജിലോട്ട് പോകും. എന്നിട്ട് എല്ലോ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജോയിന് താഴെ കാണാം. ആ ജോയിൻ അടിച്ചിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എന്നിട്ട് അവിടെ ബ്രൗസ് ഇമേജ് എന്നുള്ളടത്ത് ആ ഫോട്ടോ ലൈബ്രറിയിൽ സെലക്ട് ചെയ്തിട്ട് ആക്ച്വൽ ഇമേജ് സൈസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഒന്ന് ലോയോ മീഡിയോ ആക്കി മാറ്റാം. എന്നിട്ട് അവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ അടിക്കാം. ഇവിടെ ഇൻവാലിഡ് സെക്ഷൻ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു 2 മിനിറ്റോ അങ്ങനെ എന്തെങ്കിലും കാണിക്കും. അപ്പോൾ അവിടെ നിന്ന് ആ ടൈം കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിച്ചാൽ ക്ലിയർ ആവും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ടാസ്ക് നോക്കാം. പിന്നെ നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പൈസ ഉണ്ടാക്കുന്നതുണ്ട് കേട്ടോ. നമ്മൾ കാണേണ്ട വീഡിയോൻ്റെ തമ്പനയിൽ അതിൽ കൊടുക്കുന്നുണ്ട് ആ 2ാമത്തെ നീല ലിങ്കിൽ. ആദ്യം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ആ തമ്പനയിൽ വരുന്നത്. തമ്പനയിൽ വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ യൂട്യൂബിൻ്റെ ആ ഫസ്റ്റത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോസ് വരും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കണ്ട ആ തമ്പനയിലുള്ള വീഡിയോ ആണ്. ആ വീഡിയോ 1 മിനിറ്റ് കണ്ടാലേ നമുക്ക് ഇതിൻ്റെ പൈസ കിട്ടുള്ളൂ.
ഇനി ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ എറർ വന്നിട്ടുണ്ടെങ്കിൽ 0:35 എന്നൊക്കെ മുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ടൈം ഒന്ന് 00 ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഫേസ്ബുക്കിൽ ടൈംബക്സിൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ക്യാമ്പയിൻ അടിക്കുക, എന്നിട്ട് ആ ബ്ലൂ ലിങ്കിൽ ഗോ ടു ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്ക് പോകും. എന്നിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ആ താഴെ കാണുന്ന ആ ജോയിൻ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ബ്രൗസ് ഇമേജ് എന്നുള്ളടത്ത് ഫോട്ടോ ലൈബ്രറിയിൽ നിന്നും പിക്ക് ചെയ്തിട്ട് ആക്ച്വൽ സൈസ് വേണമെങ്കിൽ ആക്ച്വൽ സൈസ് കൊടുക്കുക. ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ് ആക്കിയിട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കാം. അപ്പോൾ ഈ ടാസ്കും കഴിയും. നമുക്ക് ചെയ്ത ടാസ്കിൻ്റെയൊക്കെ പൈസ കിട്ടിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മുകളിലെ മെസ്സേജ് ചിഹ്നം കണ്ടിട്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യുവർ ടാസ്ക് സബ്മിഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് കാണാം. ചിലത് അപ്രൂവ് ആയിട്ടില്ലെങ്കിൽ അതും അവിടെ കാണിക്കട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ വാലറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വാലറ്റിലും അതിൻ്റെ പൈസ ആഡ് ചെയ്തിട്ടുള്ളത് കാണാം. ടാസ്കിൽ നിന്ന് ഇനി എത്ര പൈസ കിട്ടാനുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ മുകളിൽ കണ്ടില്ലേ പെൻഡിങ് ഏർണിങ്സ് എന്ന് അവിടെ ഉണ്ടാവും. ഷോ ഓർ ഹൈഡ് ഫിൽറ്റേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഏതൊക്കെ ക്യാമ്പയിനാണെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം ടെലിഗ്രാം അടിച്ചതുകൊണ്ട് ടെലിഗ്രാമിൻ്റെ മൊത്തം ടാസ്കുകളും വന്ന് ഇനി വേണം നമുക്ക് വാട്സപ്പ് നടിച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വരുന്ന മൊത്തം ടാസ്കും വരും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെത് അടിക്കുക, ട്വിറ്ററിൻ്റെ അടിക്കുക, പിന്നെ ടെലിഗ്രാമിൻ്റെ അടിക്കുക, എന്തിൻ്റെ വേണമെങ്കിലും അടിക്കുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന ടാസ്കിൻ്റെ പൈസ എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഓരോ ടാസ്കിൻ്റെ അടിയിലും കണ്ടോ ക്രെഡിറ്റ്സ് ഇൻ 5 minutes, ക്രെഡിറ്റ്സ് ഇൻ 12 minutes, 32 minutes, ചിലതൊക്കെ 4 days എന്നൊക്കെ കാണിക്കും, ചിലത് കുറേ ഡേയ്സൊക്കെ എടുക്കും. നമ്മൾ പെട്ടെന്നുള്ളത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ്, ടെലിഗ്രാം അങ്ങനത്തെ ഈ 32 minutes ഒക്കെ നോക്കിയെടുത്താൽ മതി. ചിലത് 1 minute 2 minute ഒക്കെ കാണിക്കും. അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തിട്ട് ഡെയിലി 7 ആൾക്കാരെ ഫോളോ ചെയ്തിട്ട് അങ്ങനെയും കിട്ടും കേട്ടോ, കുറേ ഏർണിങ്സ് കിട്ടും നമുക്ക്. മേക്ക് എ ഫ്യൂസെറ്റ് ക്ലെയിം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതെടുക്കരുത്. പിന്നെ ഡെപ്പോസിറ്റ് $1, ഡെപ്പോസിറ്റ് $5 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. KYC അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ടാസ്കുകളൊന്നും എടുക്കണ്ട കേട്ടോ. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി ടാസ്കിൽ എന്തെങ്കിലും പൈസ പോകണതുണ്ടോയെന്ന് അറിയില്ല. ബാക്കി ചാനലുകളൊക്കെ ഫോളോ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ സിമ്പിളായിട്ടുള്ളത്. പിന്നെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതുണ്ടാവും, ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതുണ്ടാവും, അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. KYC അപ്ഡേറ്റ് ചെയ്താലൊക്കെ പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. 311 ഏതോ ഒക്കെ കിട്ടിക്കുന്നു കുറേ ആൾക്കാർക്കൊക്കെ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഈ ടാസ്കിനേക്കാളൊക്കെ മെയിനായിട്ട് നോക്കേണ്ടത് സർവേ ആണ് കേട്ടോ. സർവേയിലാണ് പെട്ടെന്ന് $1 അതുപോലെ $5, $3 ഒക്കെ സർവേ ഒക്കെ വരും. രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും എല്ലാ ടൈമിലും ഉണ്ടാവും കേട്ടോ. സർവേ 24 hours ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവുന്ന ടൈമിലാണ് നമ്മൾ വേഗം സർവേ ചെയ്തെടുക്കേണ്ടത്. സർവേ എത്രയും പെട്ടെന്ന് ആൾക്കാർ വന്നിട്ട് ചെയ്താൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് സർവേ വേഗം തീർന്നു പോകും. പിന്നെ നമുക്ക് ഈ സർവേ അവൈലബിൾ അല്ല എന്ന് പറയും. എനിക്കിപ്പോൾ ഒരു 22,000 റുപ്യെങ്കിലും ഈ ഒരു സർവേ സൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ വേറൊരു ഓൺലൈൻ ജോബിലും വർക്ക് ചെയ്യില്ല. ഇത് ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒരു കമൻറ്റ് ബോക്സിലും കുറേ പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. ഞാനും ഇതിൽ വലിയ എക്സ്പേർട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഓരോ യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് ടാസ്കും അതുപോലെ സർവേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എനിക്കും തോന്നി ഞാനൊരു എൻ്റെ ചാനലിലൊന്ന് ഇതുപോലെ ടൈംബക്സിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ടാസ്കിൻ്റെയും സർവേ ചെയ്യുന്ന എൻ്റെ ചാനലിൽ ഒരുപാട് സർവേ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ സർവേ കിട്ടുന്നില്ല പറയും. പക്ഷെ നമ്മൾ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് കിട്ടാത്തത്. അതുമല്ല എനിക്ക് തന്നെ ഡെയിലി ഒരു
10-20 എണ്ണം ഔട്ടായിട്ട് ദിവസത്തിൽ 1-2 സർവീസാണ് കിട്ടാറുള്ളത്. ആ സർവേന് നമുക്ക് ഒരു $1-ൻ്റെതോ 600-ൻ്റെതോ 300-ൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരാഴ്ചനുള്ളിൽ $5 ആക്കാൻ പറ്റും കേട്ടോ.